ഏറെ പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനിയായിട്ട് കേരളത്തിൻ്റെ വ്യവസായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകൾ, ഈ ചടങ്ങിന് സ്വാഗതാശംസിച്ച പ്രിയപ്പെട്ട MD ശ്രീ VS രാജീവ്, ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുന്ന ഡയറക്ടർ KL ലോഡ്സ് ടെക്നോളജീസിൻ്റെ ഡോക്ടർ സുനിൽ കൊർക്കനോർക്കർ, മുഖ്യപ്രഭാഷക ശ്രീമതി ആനി ജൂല തോമസ് IAS OSD ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, പ്രിയങ്കനായിട്ടുള്ള ചെയർമാൻ ശ്രീ പുല്ലോള സ്റ്റാൻലി, എക്സിക്യൂട്ടീവ് ചെയർമാൻ BPT ശ്രീ K അജിത് കുമാർ, മാനേജിംഗ് ഡയറക്ടർ KL ലോഡ്സ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡോക്ടർ വീർ സിംഗ്, മറ്റ് പ്രിയപ്പെട്ട വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, ഈ ചടങ്ങ് വിജയകരമായി പൂർത്തീകരിക്കാൻ വെച്ചിട്ടുള്ള ശ്രീകുമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, വിവിധ യൂണിയൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, KLനെ സംബന്ധിച്ച് അതിൻ്റെ പ്രയാസമേറിയ ഘട്ടങ്ങൾ പതുക്കെ പതുക്കെ പരിഹരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും അകമഴിഞ്ഞ പിന്തുണയാണ് വ്യവസായത്തിന് നൽകുന്നത്. നമുക്കറിയാം, ഒരു പൊതുമേഖലാ വ്യവസായം സർക്കാരിന് കൂടെ താങ്ങാകേണ്ടതാണ്. ആ പൊതുമേഖലാ വ്യവസായത്തിൻ്റെ ഉൽപ്പാദന വിതരണ പ്രക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനം ആ സ്ഥാപനത്തിലെ പൂർണ്ണമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിനും തൊഴിലാളികളുടെ ക്ഷേമത്തിനും അധിക ലാഭം ഉണ്ടായാൽ അതിലൊരു ഷെയർ ഗവൺമെൻറ്റിനും പോവുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ KLനെ സംബന്ധിച്ച് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, മാറി വന്ന കാലഘട്ടത്തിന് അനുയോജ്യമായി പരിപാടികൾ ആവിഷ്കരിക്കുന്നതിലെ പോരായ്മകൾ, വരുമാനം നിലച്ചപ്പോൾ ചിലവ് ഉണ്ടായപ്പോൾ ആ ചിലവ് പരിഹരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുണ്ടായിട്ടുള്ള താളം തെറ്റിയ പോക്ക് ഒക്കെ സങ്കീർണമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക്, ഒരു കുരുക്കിൽ നിന്ന് മറ്റൊരു കുരുക്കിലേക്ക് ഈ സ്ഥാപനവും ഒപ്പം തൊഴിലാളികളും അകപ്പെടുന്ന രൂപത്തിലേക്ക് മാറിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾ വീണ്ടും വീണ്ടും എത്ര തന്നെ ഇൻവെസ്റ്റ് ചെയ്താലും മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയുണ്ട് എങ്കിൽ പൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് പോലും ഗവൺമെൻറ് ആ ഘട്ടത്തിൽ ഗൗരവതരമായി ആലോചിക്കുകയുണ്ടായി. പക്ഷേ പൂട്ടുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭകരമാക്കി മാറ്റുകയും മാറി വന്ന സാഹചര്യത്തിനകത്ത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. ഇവിടെയാണെങ്കിൽ ബാങ്ക് വായ്പയുടെ പലിശയും പലിശയുടെ ഭാഗമായിട്ടുള്ള ജപ്തി നടപടി 21 കോടി രൂപ, PF അടക്കമുള്ള റിട്ടയർ ചെയ്ത ജീവനക്കാരുടെയും നിലവിലെ തൊഴിലാളികളുടെയും PF കൃത്യമായി അടയ്ക്കാത്തതിൻ്റെ പലിശയും കൂട്ടുപലിശയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, മറ്റ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ സമയബന്ധമായി ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം കൂടെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഈ സ്ഥാപനം ഒരുപക്ഷെ മുന്നോട്ട് പോയത്. അവിടെയാണ് 1-2 പിണറായി സർക്കാർ ഈ സ്ഥാപനത്തെ അത് അടച്ചുപൂട്ടേണ്ടതല്ല എന്നുള്ള ഗുരുതരമായി ഏകദേശം 35 കോടിയിലധികം രൂപയാണ് ഈ കാലയളവിൽ ഗവൺമെൻറ് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ വേണ്ടി വിതരണം ചെയ്തത്. ഇപ്പോൾ ഏറ്റവും അവസാനം PF അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ വിവിധ ഘട്ടങ്ങളിൽ ഫ്രീസ് ചെയ്തു, കോടതികൾ നടപടികൾ നിർത്തിവെക്കുന്ന സ്ഥിതി ഉണ്ടായി. 1 രൂപ പോലും ബാങ്കിൽ നിന്ന് ഈ സ്ഥാപനത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള കുരുക്കുകളിലേക്ക് പോയി. അതെല്ലാം നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. PF അടക്കമുള്ള തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്ക് പരമാവധി പരിഹരിക്കുന്നതിനും പൂർണ്ണതയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഘട്ടത്തിലേക്ക് കഴിഞ്ഞു. ബാങ്ക് വായ്പ തന്നെ ഒറ്റത്തവണ തീർപ്പാക്കലിൽ കൂടി അത് തീർപ്പാക്കുന്നതിന് ഗവൺമെൻറ് നല്ല നിലയിലുള്ള സഹായം ലഭ്യമാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രയാസമേറിയൊരവസ്ഥയിൽ നിന്ന് KLനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിലാണ്. അവിടെയാണ് ലോഡ്സ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ആ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം
അവർ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവർ ഗുർഗാവിലൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. രാമൻദ്വീപിൽ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. മറ്റു പല സ്ഥലങ്ങളിലും കമ്പനി ആ പ്രവർത്തനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു സ്കൂട്ടർ നിർമ്മാണ കമ്പനി ഇവിടെ വരികയും KL-യുമായി ജോയിൻറ്റ് വെഞ്ചറായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായി സൗജന്യമായിട്ടില്ല, ലീസിന് ഈ പ്രദേശമടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൂടി ഗുണം കിട്ടുന്ന രൂപത്തിലേക്ക് ഒരു ഉൽപ്പാദന പ്രക്രിയയിലേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് മാറാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ ചില സംശയങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്കുള്ള ചില പ്രവണതകൾ ഇന്നലേക്ക് ഒരു ചെറിയ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തി KL സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോവുകയാണ്, സ്വകാര്യവൽക്കരിച്ചു എന്ന രൂപത്തിലേക്ക് തെറ്റിദ്ധാരണ പടർത്തുന്ന രൂപത്തിലേക്ക് ചില സുഹൃത്തുക്കൾ ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അത്തരം പ്രചരണം നടത്തുന്ന വ്യക്തികളും സംഘടനകളും എന്താണെന്ന് കാര്യമെന്നൊന്നും മനസ്സിലാക്കാനെങ്കിലും തയ്യാറാകണമായിരുന്നു. എന്താണ് എന്ന് പഠിക്കാൻ പോലും തയ്യാറാകാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണങ്ങളുമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ KL-ലെ ജീവനക്കാരും KL-നെ സ്നേഹിക്കുന്ന പൊതുസമൂഹവും അവജ്ഞയോട് അത്തരം പ്രതികരണങ്ങളെ തള്ളിക്കളയുകയാണ്. എല്ലാ സമരത്തോടും പ്രതിഷേധത്തോടും നിഷേധാത്മക സമീപനമൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ ദുരുദ്ദേശമാണ്. ആ രാഷ്ട്രീയ ദുരുദ്ദേശം അവജ്ഞയോടുകൂടി തള്ളിക്കളയുക മാത്രമേ ഇപ്പോൾ നമുക്ക് കഴിയുള്ളൂ. തീർച്ചയായും ഇവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളി, ആ തൊഴിലാളിക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടണം. തൊഴിലാളിക്ക് തന്നെ അറിയാം, ശമ്പളമില്ലെങ്കിലും അവർ ഈ സ്ഥാപനത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് പൂർണ്ണമായും ഉത്തരവാദിത്വം ഒരു പണിമുടക്ക് പോലും പ്രഖ്യാപിക്കാതെ ഈ സ്ഥാപനത്തിനും ഗവൺമെൻറ്റിനോടും പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഈ സ്ഥാപനത്ത് ശമ്പളം ലഭിച്ചില്ലെങ്കിൽ പോലും അവർ സമർപ്പണ ബുദ്ധിയോടുകൂടി അവരുടെ സഹായവും സംഭാവനയും അവരുടെ അധ്വാനവും ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നൽകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാ മാസവും കൃത്യമായി ശമ്പളം ലഭിക്കുന്നതിനും അവരുടെ സേവന വേതനങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും കഴിയുന്ന രൂപത്തിലേക്ക് ഈ സ്ഥാപനം മുന്നോട്ട് പോകുമെന്ന് തൊഴിലാളിയും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരും പൊതുസമൂഹവും ഉറച്ചു വിശ്വസിക്കുന്നു. ആ പ്രതീക്ഷ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ലോഡ്സ് കമ്പനിയും അതിൻ്റെ JV കമ്പനിയും എടുത്തിട്ടുള്ള പിന്തുണയെ പ്രത്യേകമായി ഘട്ടത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇതിൻ്റെ ഉത്തരോത്തരം പുരോഗതിക്ക് വേണ്ടി നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.